വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണി മരിയയുടെ ജീവിതം ആസ്പദമാക്കി ഷെയ്സൺ പി ഔസേപ്പ് സംവിധാനം ചെയ്ത ദ ഫേസ് ഓഫ് ദ ഫേസ്ലെസ് എന്ന ചലച്ചിത്രത്തെക്കുറിച്ച് സിസ്റ്റർ സോണിയ തെരേസ് പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പ് വൈറലാവുന്നു. സിനിമകളിലൂടെയും മറ്റു കലാരൂപങ്ങളിലൂടെയും കത്തോലിക്ക പൗരോഹിത്യത്തെയും സന്യാസത്തെയും അവഹേളിക്കുന്നതും താറടിച്ചു കാണിക്കുന്നതും പതിവായ ഈ കാലത്ത് സന്യാസ ജീവിതത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്ന ദ ഫേസ് ഓഫ് ദ ഫേസ്ലെസ് പോലത്തെ ചിത്രങ്ങൾ തിയേറ്ററുകളിൽ എത്തുന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്നും സിസ്റ്റർ വ്യക്തമാക്കി. ഏറെ നാൾ മാലിന്യക്കൂമ്പാരമായി അവശേഷിച്ച ചില സിനിമകളുടെ ഇടയിൽ നിന്ന് ഒരു താമരപ്പൂ വിടരുന്നത് കാണുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ടെന്ന് കുറിച്ചുകൊണ്ടാണ് സിസ്റ്ററുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മലയാള സിനിമാ ലോകം ക്രൈസ്തവ സന്യസ്തരെ വളരെ മോശമായി ചിത്രീകരിച്ച് നിരവധി സിനിമകൾ ഇറക്കിയിട്ടുണ്ട്. ഇത്തരം ചില സിനിമകൾക്കെതിരെ ക്രൈസ്തവ സന്യസ്തർ തന്നെ കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് നിയമ പോരാട്ടം നടത്തുകയുണ്ടായെന്നും സിസ്റ്റർ സോണിയ തെരേസ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടി. ഇത്തരം പല നിയമ പോരാട്ടങ്ങളിലും പൂർണ്ണമായി വിജയിക്കാനായില്ലെങ്കിലും ചില സിനിമകളിൽ നിന്ന് ചില രംഗങ്ങൾ നീക്കം ചെയ്യാൻ നിർമ്മാതാക്കൾ തന്നെ നിർബന്ധിതരായിട്ടുണ്ടെന്നും സിസ്റ്റർ അഭിപ്രായപ്പെട്ടു. നവംബർ 17 കേരളത്തിലെ വിവിധ തിയേറ്ററുകളിൽ വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണി മരിയയുടെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിച്ച സിനിമ ദ ഫേസ് ഓഫ് ദി ഫേസ്ലെസ് എന്ന പേരിൽ പുറത്തിറങ്ങുകയാണ്. ഒരു സന്യാസിനിയുടെ ജീവചരിത്രം ഇതുപോലെ സിനിമയായി കേരളത്തിലെ ബിഗ് സ്ക്രീനുകളിൽ ഇതിനു മുമ്പ് എത്തിയിട്ടില്ല. ഇനി എന്നെങ്കിലും എത്തുമോ എന്നും അറിയില്ല. ഇത് അപൂർവമായൊരു ചരിത്ര നിമിഷം തന്നെയാണെന്ന് തോന്നുന്നുവെന്നും സിസ്റ്റർ വ്യക്തമാക്കി. ജീവിതത്തിൽ എന്നെങ്കിലും ക്രൈസ്തവ സന്യസ്തരുടെ നന്മകൾ സ്വീകരിച്ചവരും ക്രൈസ്തവ സന്യസ്തരുടെ നന്മ ആഗ്രഹിക്കുകയും അവരെ സ്നേഹിക്കുകയും ചെയ്യുന്ന കേരളത്തിലെ ഓരോ വ്യക്തികളോടും ഈ സിനിമ നിങ്ങൾ കാണാതെ പോകരുത്. കുടുംബസമേതം അല്ലെങ്കിൽ സംഘടനാ തലത്തിൽ എല്ലാവരും ഈ സിനിമ കണ്ട് ക്രൈസ്തവ സന്യസ്തരെ പ്രോത്സാഹിപ്പിക്കണമെന്നും സിസ്റ്റർ സോണിയ വ്യക്തമാക്കി. കാരണം ദൈവസ്നേഹത്തെയും സഹോദര സ്നേഹത്തെയും പ്രതി സ്വന്തം ഭവനത്തെയും മാതാപിതാക്കളെയും ഉറ്റവരെയും സ്വദേശത്തെയുമൊക്കെ ഉപേക്ഷിച്ച് ഇന്ത്യയുടെ അല്ലെങ്കിൽ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കുഗ്രാമത്തിൽ മറ്റുള്ളവർക്കായി ജീവിതം മാറ്റിവെച്ചിരിക്കുന്ന നിങ്ങളുടെ മകളുടെ അല്ലെങ്കിൽ സഹോദരിയുടെ, അതുമല്ലെങ്കിൽ ഒരു ബന്ധുവിന്റെ, ഒരു അയൽക്കാരി അല്ലെങ്കിൽ ഒരു സഹപാഠിയുടെ ജീവിതകഥയാണ് ഈ സിനിമ. ഒരു റാണി മരിയയിലൂടെ ഈ സിനിമ പറയാതെ പറയുന്നത് അനേകായിരം റാണി മരിയമാരുടെ കഥകളാണ് എന്ന ഹൃദയസ്പർശിയായ സന്ദേശവും നൽകിക്കൊണ്ടാണ് സിസ്റ്ററുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്. മലയാളികളായ ചലച്ചിത്ര സാങ്കേതിക പ്രവർത്തകരുടെ മുൻകൈയിലൊരുങ്ങിയ ബോളിവുഡ് ചിത്രമാണ് ഫേസ് ഓഫ് ദി ഫേസ്ലെസ്. ചിത്രം നവംബർ 17 മുതൽ കേരളത്തിലെ വിവിധ തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തും. ഇന്ത്യൻ സിനിമയുടെ അഭിമാനമായി മാറുന്ന ചിത്രത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ നവംബർ 20 ഇറ്റാലിയൻ സബ് ടൈറ്റിലോടുകൂടി മാർപ്പാപ്പയ്ക്ക് മുന്നിൽ പ്രദർശിപ്പിക്കും. ചർച്ച് ഡെസ്ക്, ഷെക്കിന ന്യൂസ്.